കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ചെറിയ ഒരു പ്രശ്നം, അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയം ഗവൺമെന്റിനും പൊതുജനങ്ങൾക്കും ആർക്കുമില്ല. അദ്ദേഹം മാത്രമല്ല, ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികളും, എല്ലാ ഡോക്ടർമാരും, ജൂനിയർ റെസിഡൻസ് ആവട്ടെ, സീനിയർ റെസിഡൻസ് ആവട്ടെ, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആവട്ടെ, അസോസിയേറ്റ് പ്രൊഫസേഴ്സ് ആവട്ടെ, എല്ലാവരും വളരെ ആത്മാർത്ഥമായി നിസ്വാർത്ഥ സേവനം നൽകുന്ന ഒരു സ്ഥാപനമാണ്. ഒരു ചെറിയൊരു ഇഷ്യൂ വന്നപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഡോക്ടർ ഹാരിസ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് ഇടുകയും അത് വളരെ കോൺട്രവേഴ്സികൾ വിളിച്ചു വരുത്തുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ പേരിൽ കുറേയധികം പ്രശ്നങ്ങൾ വന്നതിനാൽ അത് ഗവൺമെൻറ് ഇടപെടുകയും വളരെ കാര്യമായി അതിൽ ഇടപെടുകയും ഒരു കമ്മിറ്റി ഇതിനു വേണ്ടിക്കൊണ്ട് അന്വേഷിക്കാൻ വേണ്ടിക്കൊണ്ട് നിയോഗിക്കുകയും ഉണ്ടായി. ആ കമ്മിറ്റിയിലുമുള്ളത് പ്രഗത്ഭരായ, കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും പ്രഗത്ഭരാണ് എന്ന് പറയാവുന്ന തരത്തിലുള്ളതായ ഡോക്ടർമാരാണ് ആ കമ്മിറ്റിയിലുണ്ടായിരുന്നത്. അവരുടെ ഒരു റെക്കമെൻഡേഷൻ നമുക്ക് തരികയുണ്ടായി. ആദ്യത്തെ റെക്കമെൻഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ HTSന്റെ പ്രവർത്തനം വളരെ ഒന്നുകൂടെ മെച്ചപ്പെടുത്തുക, നല്ല രീതിയിൽ എൻഹാൻസ് ഫൈനാൻഷ്യൽ പവർ കൂട്ടുക എന്നുള്ളതായിരുന്നു. ആ കാര്യങ്ങൾ സർക്കാർ തലത്തിൽ, മന്ത്രിസഭ തലത്തിൽ അത് നടന്നു വരുന്നുണ്ട്, വളരെ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അല്ലെങ്കിൽ എൻക്വയറി കമ്മിറ്റി ഒരു പോയിന്റ് പറയുകയുണ്ടായിട്ടുണ്ട്. ഒരു ഉപകരണം അവിടെ കാണുന്നില്ല എന്ന് എൻക്വയറി കമ്മിറ്റി അത് സൂചിപ്പിക്കുകയും അത് എൻഡോഴ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ സുഹൃത്തായ ഡോക്ടർ ഹാരിസ്. മൂന്നാമത്തെ കാര്യം, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. 3 റെക്കമെൻഡേഷൻസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ കാര്യം സർക്കാർ സർവീസിലുള്ളത്, ഞാനാവട്ടെ, ഡോക്ടർ സുനിലാവട്ടെ, ഡോക്ടർ ഹാരിസ് ആവട്ടെ, മറ്റ് ആരാണെങ്കിലും തന്നെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് തെറ്റിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ചെറിയ പ്രൊസീഡിംഗ് നടത്തണം എന്ന് ഉദ്ദേശിച്ചിട്ട് ഒരു പോയിന്റും കൂടി അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു മെമ്മോ ഗവൺമെന്റ് ലെവലിൽ സെർവ് ചെയ്തിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അതൊരു റുട്ടീൻ ഇത് ഈ സംസാരിക്കുന്ന ഞാൻ ചെയ്താലും ഇത് തന്നെയാണ് അവസ്ഥ. അതല്ലാതെ കണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ ഒരു ഉദ്ദേശം എനിക്കുമില്ല, സർക്കാരിനുമില്ല എന്നാണ്. രണ്ടാമത്തെ കാര്യമായ ഒരു ഇൻസ്ട്രുമെന്റ്, സർക്കാരിന്റെ സാധനം പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. നിങ്ങൾക്കറിയാം, സർക്കാർ എന്ന് വെച്ചാൽ എൻ്റെയും നിങ്ങളുടേതാണ്. അങ്ങനെ വരുമ്പോൾ ആ ഉപകരണം എവിടെ പോയി എന്നുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടിക്കൊണ്ട് DME തലത്തിൽ ഞങ്ങൾ അന്വേഷണം തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞ ശനിയാഴ്ച DMEയുടെ നേതൃത്വത്തിൽ അവിടെ പല സ്ഥലങ്ങളിലും പരിശോധിച്ചു, കണ്ടില്ല. അതിനുശേഷം പക്ഷെ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന്റെ റൂമിൽ കയറി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് പ്രിൻസിപ്പളായ ഞാൻ അവിടെ പോയി അവിടെ ഒരു ഉപകരണം കാണുകയുണ്ടായി. അന്ന് എൻ്റെ സുഹൃത്തായ എൻ്റെ സഹപ്രവർത്തക ഡോക്ടർ ടോണി എൻ്റെ അരികെ തന്നെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ, അദ്ദേഹത്തിൻ്റെ യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ടോണി എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ പോയത്. അദ്ദേഹം എനിക്ക് ഒരു ഇൻസ്ട്രുമെന്റ് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പരിപൂർണമായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു വിശദമായ പരിശോധന നടത്തണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്നലെ ഞങ്ങൾ വീണ്ടും ആ റൂമിലോട്ട് കയറേണ്ടായി. ആ സമയത്ത് എൻ്റെ സഹപ്രവർത്തകനായ ഡോക്ടർ സാജു ഉണ്ടായിരുന്നു. അതോടുകൂടി തന്നെ ഡോക്ടർ ടോണി ഉണ്ടായിരുന്നു. പിന്നെ DME പോലുള്ളതായ ഒഫീഷ്യൽസും ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഒരു ഉപകരണം കണ്ടു, അത് പരിശോധിച്ചു. ഞങ്ങൾ ഒരു വിധത്തിൽ സെറ്റ് ചെയ്യുന്ന സമയത്താണ് ചെറിയൊരു സംശയം, അവിടെ വേറൊരു ബോക്സും കൂടി ഇരിക്കുന്നു. പക്ഷേ ആ ബോക്സ് മിനിഞ്ഞാന്ന് കണ്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ബോക്സും കൂടെ കണ്ടപ്പോൾ അതും കൂടെ നോക്കിയപ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള ബില്ലുകളും കാര്യങ്ങളും കണ്ടപ്പോൾ അതിൽ എന്തോ അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നുകയും അങ്ങനെയാണ് വിശദമായിട്ട് ആ റൂം പരിശോധിക്കാൻ വേണ്ടിക്കൊണ്ട് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കുകയും അതിനുശേഷം ഞങ്ങൾ നോക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കി പരിശോധിച്ച് ശരിയായ രീതിയിൽ റിപ്പോർട്ട് സർക്കാരിന് നൽകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ഇന്നലെ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥാപനത്തിൻ്റെ ആശുപത്രി സംബന്ധ കാര്യം നിങ്ങൾക്ക് സംസാരിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ സൂപ്രണ്ട് എൻ്റെ എഴുതിയിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് പറയാനുള്ളത്, ഇതൊരു വലിയ സ്ഥാപനമാണ്, നിങ്ങളുടെയും എൻ്റെയും എല്ലാവരുടെയും സ്ഥാപനമാണത്. അത്
നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടതും നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതും എല്ലാവരുടെയും ആവശ്യമാണ്. അതിനു വേണ്ടിക്കൊണ്ട് മാധ്യമ സുഹൃത്തുക്കളും പൊതുജനങ്ങളും സഹകരിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, പ്രിൻസിപ്പൽ എന്ന നിലയിൽ.